ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയുകയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിഞ്ഞ്, അതായത് വിഷ്ണു ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി സ്വസ്ഥമായ ഒരു ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്തിനകത്തുള്ള ട്വിസ്റ്റുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, കമൻസും ഷെയർസ് ലൈസിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡിനകത്ത് കാണിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വിഷ്ണു ശാലിനിയെ മൊത്തം ജീവിക്കാൻ, അതായത് തൻ്റെ മകളായി സ്വീകരിച്ച് ജീവിക്കാൻ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ തുടക്കത്തെ എപ്പിസോഡിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് എന്താ സംഭവം എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അവിടെ തുടർന്ന് തന്നെ കാണിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഷാലിനിക്ക് ഒരു ഫോൺ കോൾ വന്നത്. അപ്പോൾ ഷാലിനിക്ക് വന്ന ഫോൺ കോൾ മറ്റാരുമല്ല, സുസ്മിത മാഡം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഭീഷണിയുടെ ഫോൺ കോളാണ് കേട്ടോ. അപ്പോൾ സുസ്മിതയുടെ ഫോൺ കോളിനകത്ത് ഷാലിനിക്ക് ആരാന്ന് പോലും മനസ്സിലാവുന്നില്ല. ഹലോ, ഷാലിനി മാഡം അല്ലേ? ഞാനൊരു അർജൻറ്റായ ഇൻഫർമേഷൻ പറയാൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങളുടെ മകളുണ്ടല്ലോ, നിങ്ങളുടെ മകൾ വളരെ ഡേഞ്ചറായ ഒരു സിറ്റുവേഷനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു ഫോൺ കോൾ വരുമ്പോഴത്തേക്കും ഷാലിനി അങ്ങ് ടെൻഷനാവും. കാരണം അപ്പോഴത്തേക്കും എന്താണ്, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ സത്യാമ്മയുടെ വീട്ടിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്നെ കേട്ട പാതയെ കേൾക്കാത്ത പാത, ഒരു അമ്മയുടെ മനസ്സിൻ്റെ ആ ഒരു പിടപ്പ് കൊണ്ട് നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞെന്താണ് എല്ലാവരുമായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണും. അപ്പോഴത്തേക്കും ഈ ഷാലിനി കറക്റ്റ് സത്യാമ്മയുടെ വീട്ടിൽ തന്നെ പോകുന്നുണ്ട്. പപ്പിമോളെ കാണാൻ പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി തന്നെയാണ് സുസ്മിത ഈ ഫോൺ കോൾ വിളിച്ചത്. സുസ്മിത ലാസ്റ്റ് അടവായിരുന്നു. കാരണം ഷാലിനിയുടെ മകൾ തന്നെയാണ് പപ്പിമോളും തെളിയിക്കാനുള്ള തെളിവായിട്ട് സ്വന്തം മനസ്സിനെ കൂടെ ഒന്ന് പറഞ്ഞ് പാകപ്പെടുത്താനായിട്ടുള്ള ആ ഒരു അവസാന പരിശ്രമം നോക്കിയതാണ്. പക്ഷേ അതിൽ ശാലിനി വന്ന് അറിയാതെ പെട്ടുപോകണം. അപ്പോൾ ശാലിനി തിരിച്ചു വരുമ്പോൾ വീണ്ടും കോൾ വരുമോ, നീ പോയി കണ്ടിട്ട് എന്തായിടി, ഒരു പ്രശ്നമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ നിന്നെ കൂടെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിന്നെ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തുക. നിൻ്റെ മകളാന്നുള്ള കാര്യത്തിൻ്റെ ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള അവസാന ശ്രമവും കൂടെ ആയിരുന്നു. ഇനി ഇത് ഞാൻ പറയാമെന്ന് സത്യഭാമയുടെ മുന്നിലായിരിക്കും. ഇതൊരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഒരു ടോണാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഷാനി എന്താണ്, അവിടുന്ന് അങ്ങ് സ്കിപ്പ് ചെയ്ത് അങ്ങ് ഉരുണ്ട് കളിക്കാൻ നോക്കുവാണ്. നിങ്ങൾ എന്തൊക്കെ പൊട്ടത്തരമായി പറയുന്നത്, എൻ്റെ മകളെന്നോ, നിങ്ങൾ എന്തൊക്കെ വിട്ടുതരമായി പറയുന്നത് എന്നൊക്കെ ഷാനി എന്താണ് കുറേയൊക്കെ അടവ് പറ്റുന്നെങ്കിലും സുസ്മിത വിട്ടുകൊടുക്കുന്നത്. സുസ്മിത പറയുന്നത്, ഇടി നിൻ്റെ ജാരസന്ധതയല്ലേ മറ്റേതും കൂടെ, അതൊക്കെ എനിക്ക് മനസ്സിലായി, ഇന്ന് അതിൻ്റെ കൺഫർമേഷൻ കൂടെ എനിക്ക് കിട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഷാനി പറയും, ജാരസന്ധതയോ? പിന്നെ ജാരസന്ധത അല്ലാതെ ഈ പറയുന്ന നിൻ്റെ കയ്യിലിരിക്കുന്ന നിൻ്റെ സത്യമോളെന്ന് പറയുന്നവൾ, അവൾ ജാരസന്ധതയാണ്. അവൾ സത്യഭാമയുടെ കൊച്ചുമോളല്ല, വിഷ്ണുവിൻ്റെ മകളും അല്ലെങ്കിൽ ഈ പറയുന്ന പപ്പിമോളും അതേ സമയത്ത് നിനക്ക് ജനിച്ചവളല്ലേ. അപ്പോൾ അവൾ മാത്രം ഇങ്ങനെ ജാരസന്ധത ആവാതിരിക്കും. നിൻ്റെ ഏതോ ഒരു വകയിൽ ജനിച്ച ഒരു ജാരസന്ധതിനെ സത്യാമ്മയുടെ കൊച്ചുമോളായിട്ട് വാഴിക്കുമല്ലേ. ഈ സത്യങ്ങളൊക്കെ ഇനി സത്യം പറയുമ്പോൾ നിൻ്റെ അവസ്ഥ എന്താക്കും എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ശരിക്കും ഭീഷണിപ്പെടുത്തും. പക്ഷേ അപ്പം ഷാനി ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും വേണ്ടതില്ല, അതൊക്കെ നീ വഴിയെ മനസ്സിലാവോടി. തൽക്കാലം നിനക്ക് എന്നെ പേടി വേണം. ഇതുപോലെ കോളുകൾ വന്നുകൊണ്ടിരിക്കും. അതിൽ ഏത് നിമിഷമാണ് സത്യഭാമയുടെ മുന്നിൽ സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത്, നീ പിടിച്ചാക്കി എൻ്റെ ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോൺ കോളം കട്ട് ചെയ്ത് കളയും. അപ്പോഴത്തേക്ക് ഷാനി എന്താണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് അമ്മയടുത്തൊന്നും പറഞ്ഞ് ശ്യാമയും കൂടെ ടെൻഷൻ എടുപ്പിക്കണത് ഷാനി ചിന്തിക്കുന്നെങ്കിൽ ശ്യാമയ്ക്കും ഇതുപോലൊരു ഭീഷണിയുടെ കോള് തന്നെ വരും. അപ്പോൾ ശ്യാമ ആദ്യം തന്നെ ട്രാപ്പിൽ വീണിട്ടുള്ളതുകൊണ്ട് ശ്യാം ഭയങ്കര ടെൻഷൻ അടിച്ച് ഈ കാര്യം വിളിച്ച് കുഞ്ഞിച്ച് എനിക്ക് ഇങ്ങനത്തെ ഒരു ഫോൺ കോൾ വന്ന് മറ്റൊരു സത്യങ്ങളൊക്കെ സത്യാമ്മയുടെ മുന്നിൽ മറ്റൊരാൾ പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ തന്നെ സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞാൽ ശ്യാമ ഫോണിൽ കൂടെ ചോദിച്ച് പാനിക്കാവുക. അപ്പോൾ ഷാലി പറയും, നമുക്ക് നേരിട്ട് കാണാൻ ഷാമയെ, തൽക്കാലം നീ ഫോൺ വെക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യം എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് ഷാലി ഫോൺ കട്ട് ചെയ്തിട്ട് ആരാക്കുന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഷാലി ഇങ്ങനെ ആരാൻ ചിന്തിച്ചുകൊണ്ട് പോകുന്ന കാണിക്കുന്നെങ്കിൽ പിന്നെ കാണിക്കും ശാരദാമ്മയെ അതുപോലെ നമ്മൾ സത്യമോളാണ് കാണിക്കുന്നത്. അപ്പോൾ സത്യമോൾ അതിന് ശാരദാമ്മയുടെ എണീറ്റ് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ടോ, അച്ഛൻ എനിക്ക് ഭക്ഷണമൊക്കെ വാരി തന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഡൈനിങ് ടേബിൾ അങ്ങോട്ട് നോക്കുക. അച്ഛൻ ഭക്ഷണം വാരി തന്നോ? എപ്പം? അതെ, ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചതേ. അപ്പം ഭഗവാൻ തന്നെ അച്ഛൻ എവിടെയാ ഉള്ളതെന്നൊക്കെ എനിക്ക് സ്ഥലമൊക്കെ കാണിച്ചത്. അതുകൊണ്ട് അച്ഛൻ എനിക്ക് ഇന്നലെ ആദ്യമായിട്ട് ആ ഭക്ഷണമൊക്കെ വാരി തന്നെ. എൻ്റെ അടുത്ത് നമ്മൾ 3 പേരും ഒരുമിച്ചൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലോ. ശാരദാമ്മയും അമ്മയും ഞാനും അച്ഛനും എല്ലാവരും ഒരുമിച്ച് ഇതൊക്കെ ഭക്ഷണം കഴിച്ചെന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. കുഞ്ഞ് എന്തൊക്കെയാണ് ഈ പറയുന്നത്, അച്ഛൻ വന്നിരുന്നു ഭക്ഷണം കഴിച്ചത് ഞാൻ കണ്ടില്ലല്ലോ, എന്നിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പം, അതെ ശാരദാമ്മയ്ക്ക് എങ്ങനെ എൻ്റെ സ്വപ്നം നടക്കുന്ന കാര്യം കാണുന്നത്? സ്വപ്നമായിരുന്നോ? സത്യമോൾ ആ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയണം. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടതിനകത്ത് വിഷ്ണുവിൻ്റെ അതേ മുഖം തന്നെയാണ് കാണിക്കുന്നത്. അപ്പം വിഷ്ണുവിൻ്റെ അതേ രൂപം, വിഷ്ണുവിൻ്റെ അതേ സ്വരം. അപ്പോൾ വിഷ്ണു വാരി കൊടുക്കുന്നതായിട്ട്. അപ്പം ഡൈനിങ് ടേബിളൊക്കെ നോക്കി കുഞ്ഞ് നിന്നിട്ട് പറയുവാണ്, ഈ ഡൈനിങ് ടേബിളിൽ ഇന്ന് അച്ഛൻ എൻ്റെ അടുത്തിരുന്നു, അച്ഛൻ എനിക്ക് വാരി തന്നു, എൻ്റെ വയറ് നിറയെ എന്നെ കഴിപ്പിച്ചു, അമ്മ അടുത്തുണ്ടായിരുന്നു, അപ്പോൾ അമ്മയും നോക്കിയിരുന്നു, നമ്മൾ ആദ്യമായിട്ടല്ലേ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുഞ്ഞ് ആ കാര്യമൊക്കെ പറയുവാണ്. ഇരിക്കുന്ന വിഷ്ണുവിൻ്റെ മടിയിൽ സത്യമോളെ വിളിച്ചിട്ട് വിഷ്ണു പറയുന്നത്, ഷാലിനി നിനക്കറിയാം എൻ്റെ കുഞ്ഞിനെ എന്തുമാത്രം മിസ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞ് പറയുന്നത്, ഒത്തിരി മിസ് ചെയ്തു, അവൾ നിങ്ങൾ മിസ് ചെയ്തതെന്നൊക്കെ ഷാലിനി പറയുന്നതൊക്കെ കാണിക്കുന്നു. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഫാമിലിയെ കാണിക്കുന്നത്. പിന്നെ രാത്രി ഒരുമിച്ച് 3 പേരും കൂടെ ഒരു കട്ടിലേക്ക് കിടന്നുറങ്ങുമ്പോഴത്തേക്കും വിഷ്ണു അങ്ങനെ പണ്ട് ഒരു രാജ്യത്ത് സത്യ എന്ന് പറയുന്നുള്ള രാജകുമാരി ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നത്. കഥ പറഞ്ഞൊക്കെ മോൾ ഉറക്കുന്നതൊക്കെയാണ് മോൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഈ സ്വപ്നമൊക്കെ പറഞ്ഞ് ശാന്തമായി ഭയങ്കര സങ്കടമാവും. പാവം കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തുമാത്രം ആഗ്രഹമുണ്ട് അച്ഛനെ കാണാൻ. എൻ്റെ അച്ഛൻ
ഇതുപോലെ വന്ന് എനിക്ക് വാരി തരുമല്ലേ, എൻ്റെ വയറ് സ്വപ്നത്തിൽ തന്നെ നിറഞ്ഞേക്കുക എന്നൊക്കെ പറഞ്ഞ് സത്യമോൾ കഴിക്കുമ്പോഴത്തേക്കും എന്നാൽ മോള് പോയി ബ്രഷൊക്കെ ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ വന്ന് പറയുമ്പോഴത്തേക്കും സത്യമോൾ എന്താണ് അമ്മയും പറഞ്ഞാലും കേൾക്കുന്നില്ല, എനിക്ക് ഫുഡൊന്നും വേണ്ട, എനിക്ക് വയറൊക്കെ നനഞ്ഞിരിക്കും, എൻ്റെ അച്ഛൻ വാരി തന്നല്ലേ, ഇനി അതിൻ്റെ കൂടെ ഞാൻ വേറെ ഒന്നും കഴിക്കുന്നില്ല, ഇനി അച്ഛൻ വീണ്ടും വന്ന് വാരി തന്നാൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ഒറ്റ പിടിവാശിയിലേക്ക് അങ്ങ് മാറുവാണ്. അപ്പം ഷാദാം എന്താണ് കുഞ്ഞെന്താണ് അന്നേരത്തേക്ക് വിശപ്പില്ല എന്നൊക്കെ ചുമ്മാ പറഞ്ഞേക്കുന്ന വെച്ചിട്ട് ആ കാര്യത്തിന് വലിയ രീതിയിൽ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലായത് സത്യമുള്ള കളി കാര്യമാണ് കേട്ടോ. അത്രയ്ക്ക് എന്താണ് പിടിവാശി തന്നെയാണ്. കാരണം അച്ഛൻ വാരി തന്ന് കഴിച്ചിട്ട് വയറ് നിറഞ്ഞുകൊണ്ട് ഇനി വീണ്ടും അച്ഛൻ വാരി തന്നാൽ മാത്രമേ, ഇനി അങ്ങോട്ടേക്ക് അച്ഛൻ വാരി തന്നാൽ മാത്രമേ താൻ കഴിക്കത്തുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിലേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ ഷാനി കാര്യമൊന്നും അറിയില്ല. ഷാനി ഇതൊക്കെ വിളിച്ച് പറയാൻ വേണ്ടി ഷാദാൻ വിളിച്ചിട്ട് ഷാനി ഫോൺ എടുക്കുന്നില്ല. ആ സമയത്ത് ഷാനി എന്താണ് നേരെ നമ്മുടെ ഈ ഷാമ വന്ന് കാണുവാണ്. കുഞ്ഞേച്ചി ഇത് എന്ത് ചെയ്യും, ഞാൻ പറയട്ടെ കുഞ്ഞേച്ചി, നമ്മൾ എത്ര നാളായി ഈ കള്ളങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്, ഈ കള്ളം കൊണ്ട് കുഞ്ഞേച്ചിയുടെ ലൈഫ് ഇല്ലാതാവൂലേ, ഞാൻ സത്യങ്ങളൊക്കെ സത്യമായിട്ട് തുറന്ന് പറയാൻ പോകുന്നു. ക്ഷാമ ഒരു ഭാഗം, ഇനി നീ അബദ്ധമൊന്നും കാണിക്കണം, ഞാൻ എല്ലാ കാര്യം ഹാൻഡിൽ ചെയ്യുന്ന നിന്നോട് പറഞ്ഞിട്ടില്ലേ, എന്ത് ഹാൻഡിൽ ചെയ്യാനാ കുഞ്ഞേച്ചി, ഇത് ഇത്ര വർഷമായില്ലേ, നമ്മുടെ മക്കളുടെ ജീവിതമല്ലേ ഇങ്ങനെ ഇല്ലാതാവുന്നത്, നമ്മൾ എത്ര കാലം ഇങ്ങനെ ഓരോരുത്തരെ ഭീഷണി കേട്ട് പേടിച്ച് വെക്കുന്നത്, അന്നാണെങ്കിൽ ഒരുത്തി വിളിച്ച് പറഞ്ഞതിൻ്റെ പേര് ഞാൻ കൊണ്ടുവന്ന് പൈസ വേസ്റ്റ് ബോക്സിൽ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം നമ്മളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വിളിക്കുന്നില്ല, ഇതൊക്കെ എത്ര കാലം സഹിക്കാൻ പറ്റുന്ന, സത്യാമ്മയാണെങ്കിൽ മറ്റൊരാളുടെ വായിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് എൻ്റെ വായിന്നും കുഞ്ഞേച്ചിയുടെ വായിന്നും സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പം സത്യാമ്മയ്ക്ക് എന്താണ് കുഞ്ഞേച്ചിയും വിഷ്ണുവായിട്ടും ഒരുമിച്ച് ജീവിക്കുന്നതിനകത്തുള്ള എതിർപ്പും കൂടെ മാറിക്കിട്ടുമല്ലോ. പിന്നെ എന്താണ് സത്യമോളെ കുറിച്ചിട്ടുള്ള ആ ഒരു ചോദ്യം, കുഞ്ഞേച്ചിയുടെ നാണം കെടുന്ന ആ ചോദ്യങ്ങളും കൂടെ അവസാനിക്കില്ല. കുഞ്ഞേച്ചി ഞാൻ പറയുന്നത് കേൾക്കുന്നത് ശ്യാം ഒരറ്റം സംസാരിക്കുകയാണ്. അപ്പോൾ ഷാൻ എന്താണ്, ഞാൻ ആദ്യം കോർഡിനേറ്റ്സിനെ വിളിച്ചൊന്ന് പറയട്ടെ, എന്നെ ഈ ഫോൺ വിളിച്ച നമ്പർ ആരുടെയാണെന്നും അവരുടെ ലൊക്കേഷൻ എന്തൊക്കെയാണെന്ന് ട്രേസ് ചെയ്യാൻ പറയട്ടെ എന്നിട്ട് ഷാനി നേരെ എന്താണ് ഒരു പോലീസ് ഓഫീസറിനെ വിളിച്ചിട്ട് ഈ നമ്പർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് ടവർ ലൊക്കേഷനാണ് നിൽക്കുന്നത്, അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ, ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആരുടെ പേര്, പിന്നെ സർവ്വത്ര ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പം തന്നെ ഇമീഡിയറ്റ് ആയിട്ട് കിട്ടുമെന്ന് ഷാനി എന്താണ് ഒരു ഓർഡർ പറയുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് അമ്മയുടെ ഇപ്പം തന്നെ നോക്കി പറയുന്ന പോലീസ് ഓഫീസറും പറയുക. പിന്നെ കാണിക്കുന്നത് എന്താണ് ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുക, നീ എന്നെ കുറേയിട്ട് വെള്ളം കുടിപ്പിച്ചല്ലേ, ഇനി നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കടി, ഞാൻ കുറേ നാൾ ജയിലിൽ കിടന്നതിൻ്റെ എല്ലാത്തിനും കൂടെ ഉള്ള ഞാൻ തിരിച്ച് തരണ്ടേ എന്നൊക്കെ സുസ്മിത മനസ്സിൽ ചിന്തിക്കുന്നൊക്കെ ഒരു ഭാഗം കാണിക്കും. പിന്നെ കഴിഞ്ഞ ഷാദാമ്മ കുഞ്ഞിനെ കൊണ്ട് ഒരിച്ചിരി പാലെങ്കിലും കുടിപ്പിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞ് കുടിക്കുന്നില്ല. ആ സമയത്ത് എന്താണ് എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞ ഷാദാമ്മ കുഞ്ഞ് ഭയങ്കര വാശിക്കുമ്പോഴാണ് നമ്മുടെ പപ്പിമോൾ എന്താണ് നേരെ ഷാനിയുടെ വീട്ടിൽ വന്നത്. ആ ശാരദാമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ സത്യേ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും സത്യം നേരെ എന്താണ് പപ്പിമോളുടെ അടുത്തേക്ക് ചെല്ലുക. ബാ പപ്പി, നിനക്കൊരു കാര്യം അറിയോ, എൻ്റെ അച്ഛൻ വന്നിരുന്നു കേട്ടോ, എൻ്റെ അച്ഛൻ വന്ന് എന്താണ് ഞാൻ ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ എൻ്റെ അച്ഛൻ എനിക്ക് വാരി തന്നു, അച്ഛൻ വന്നു. അപ്പം ഇത് കേട്ടിട്ട് നമ്മൾ പപ്പിമൊക്കെ ഭയങ്കര ഷോക്ക്, കാരണം അച്ഛനെന്ന് വിഷ്ണു അച്ഛനല്ലേ, വിഷ്ണു അച്ഛൻ ഇവിടെ വന്ന് വാരിയൊക്കെ കൊടുത്തു, അപ്പം വിഷ്ണു അച്ഛനാണ് അച്ഛൻ എന്നൊക്കെ കാര്യമൊക്കെ എൻ്റെ ഫ്രണ്ട് അറിഞ്ഞു എന്നൊക്കെ അതിനെ ഭയങ്കരമായിട്ട് പപ്പിമോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷാദാ പറയുക, അല്ല മോള് വെറുതെ പറയുന്നത്, മോള് സ്വപ്നത്തിൽ കണ്ടതാണ്, മോളുടെ സ്വപ്നത്തിൽ അച്ഛൻ വന്ന് വാരി കൊടുത്തു, അങ്ങനെ വാരി കൊടുത്ത് വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇപ്പം ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പിടിവാശി കഴിക്കുവാണ്. ആര് പറഞ്ഞാലും ഭക്ഷണം കഴിക്കുന്നില്ലെന്ന്. അപ്പം ലാസ്റ്റ് എന്താണ് നമ്മുടെ പപ്പിമോൾ പറയുക, ഇച്ചിരി ഭക്ഷണം കഴിക്കുക സത്യമൊക്കെ പറയുമ്പം ഒട്ടും കഴിക്കാൻ താല്പര്യമില്ല, നിൻ്റെ കൂടെ ഇനി കളിക്കാനല്ല, എൻ്റെ അച്ഛൻ വന്ന് സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ, ഇനി ഞാൻ കളിക്കാൻ പോലും വരുന്നത് പറഞ്ഞാൽ ഭയങ്കര ഒരു വാശിക്കാത്ത തന്നെ എന്താണ് സത്യമോട് ഭയങ്കര എന്താണ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് വാശിക്കാത്ത നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പപ്പിമൊക്കെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നത്, സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാലോ, തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താണ് ഭയങ്കര ഒരു വിഷമമുള്ള ഘട്ടത്തിലേക്ക് പോയി പോകത്തില്ല ഭക്ഷണമൊന്നും കഴിക്കാത്ത രീതിയിൽ എന്നൊക്കെ സത്യമോളുടെ കാര്യത്തിനകത്ത് പപ്പിമോൾ ടെൻഷനാകുന്നതും. പക്ഷേ എങ്ങനെ പറയാനാ, ചേച്ചിയമ്മയ്ക്ക് വാക്ക് കൊടുത്തല്ലേ, ചേച്ചിയമ്മ പറയാതെ സത്യങ്ങളൊന്നും തന്നെ സത്യമോളോട് പറയത്തില്ല എന്ന് പിന്നെ എങ്ങനെ പറയാനാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് രണ്ടിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് നിൽക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡിൻ്റെ എൻഡ് എന്ന് പറയാം. ഇനി അതിന് ശേഷമാണ് വിഷ്ണുവിൻ്റെ എൻട്രി, റിയൽ എൻട്രിയാണ്, ഇനി സ്വപ്നമല്ല, ഇനി റിയൽ എൻട്രി വരാൻ പോകുന്ന എപ്പിസോഡാണ് അടുത്ത വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ചാനൽ കാണുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻസ് ഷെയർ ആരും മറക്കണ്ട കേട്ടോ. ബൈ, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണേ.